സംസ്ഥാനത്ത് രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ഹീമോപോൾ 2025 പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. കേരള പോലീസിന്റെ പദ്ധതിയായ പോൾ ബ്ലഡും കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലും സംയുക്തമായാണ് ഹീമോപോൾ 2025 സംഘടിപ്പിക്കുന്നത്. രക്തദാന രംഗത്തുള്ള വിവിധ സർക്കാരിതര സംഘടനകളെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിനാണ് ഹീമോപോൾ 2025 എന്ന പദ്ധതി. ഇതുവഴി രക്തദാനത്തെ കൂടുതൽ വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമം. ഈ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്നവരെ ആദരിക്കാനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഹീമോപോൾ 2025 സംസ്ഥാനതല ഉദ്ഘാടനം ADGP MR അജിത് കുമാർ നിർവഹിച്ചു. എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ബ്ലഡ് വേണ്ടി. വളരെ ഈസിയായിട്ട് ഞാൻ ഏത് ബ്ലഡ് ഗ്രൂപ്പും ഞങ്ങളന്ന് ജില്ലയിൽ നിന്നും പോലീസുകാരെ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. ഇതിൻ്റെ മെയിൻ കാരണം പോലീസുകാരെ വില്ലിങ്ങാണ്. ഇത് കൊടുത്താൽ 2 ദിവസം റെസ്റ്റ് വരും. 2 ദിവസം ഡ്യൂട്ടിക്ക് കുറച്ച് ബ്ലഡ് പോയാലും സാരമില്ല. അന്നത്തെ കാലത്ത് പോലീസുകാരെ ഡ്യൂട്ടി അതുപോലെ ഹെവിയാണ്. ഇന്ന് അത്രയില്ല, ഭയങ്കര ഹെവിയാണ്. അപ്പോൾ 2 ദിവസം റെസ്റ്റ് കിട്ടും എന്നുള്ള ഒരു കോമ്പൻസേഷൻ്റെ അന്ന് പോലീസുകാർ വളരെ വലിയ ബ്ലഡ് തരുമാണ്. അങ്ങനെയാണ് മനസ്സിലായത് കേരള പോലീസ് ബ്ലഡ് ബാങ്കിൻ്റെ തന്നെ വലിയൊരു ബാങ്കാണ് മനസ്സിലായത്. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആവശ്യക്കാർക്ക് യഥാസമയം രക്തം ലഭ്യമാക്കുന്നതിനുമുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് പോൾ ബ്ലഡ്. ഉദ്ഘാടനത്തിന് ശേഷം രക്തദാന രംഗത്തെ പ്രമുഖർ നയിച്ച ചർച്ചകൾ ഉണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തദാന സംഘടനയിലെ നിരവധി പ്രതിനിധികൾ പങ്കെടുത്തു. സമാപന സമ്മേളനം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.